അറിയാത്ത ലോകം ഉണ്ടോ എന്ന് സംശയം ആണ്. അവിടത്തെ സംബന്ധിച്ച് പറയാത്ത പണ്ഡിതന്മാർ ഒരുപക്ഷെ ഉണ്ടാവുകയില്ല. എത്രത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പുറത്തുള്ളവർ ഔസുൽ ആദമിനെ തരം താഴ്ത്തി കാണിക്കുന്നവർ അവർ അംഗീകരിക്കുന്ന അവരുടെ നേതാവ് ഇബ്നു തൈമിയ്യ വരെ ഔസുൽ ആദമിനെ മദ്ഹ് ചെയ്തിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫത്താവ 10-ാം വാല്യം 507-ാമത്തെ പേജിൽ പറയുന്നു, വഅമ്മാ അഇമ്മത്തു സൂഫിയ്യത്തിൽ മഷ്ഹൂറ, പ്രസിദ്ധരായ സൂഫി പണ്ഡിതന്മാർ മിസ്ല ജുനൈദ് വഅത്ബാഇഹി, സയ്യിദ് ത്വായിഫത്ത് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിൻഗാമികളെയും പോലെ വശൈഖ് അബ്ദുൽ ഖാദിർ വഅംസാലിഹി, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അതുപോലുള്ള ആളുകളും ഇവരാണ് പ്രസിദ്ധരായ സൂഫി പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ ഫഹഉലാഇ അഅ്ളമുന്നാസി ലുസൂമൻ ലിൽ-അംരി വൻ-നഹി, പരിശുദ്ധ ഇസ്ലാമിന്റെ കൽപ്പനയെ സ്വീകരിക്കുകയും വിരോധിക്കപ്പെട്ടവ വെടിയുകയും ചെയ്യുന്ന വിഷയത്തിൽ അതിനെ ലാസിമാക്കിയിട്ട് പൂർണ്ണമായും ശരീഅത്തിന്റെ കൽപ്പന സ്വീകരിച്ച് നടക്കുന്ന ജനങ്ങളിൽ വെച്ച് ഉന്നതരായ ആളുകളാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങളും അവിടുത്തെ അനുയായികളും അതുപോലെ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളും അദ്ദേഹത്തിന്റെ അനുയായികളും എന്ന് ആര് പറയുന്നു? ഇബ്നു തൈമിയ്യ പറയുന്നു. എന്നിട്ട് അദ്ദേഹം നിർത്തുന്നില്ല. ഇബ്നു തൈമിയ്യ ഫശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി, അബ്ദുൽ ഖാദിർ ജീലാനിയായ ശൈഖ് കലാമുഹു കുല്ലുഹു, ഔസുൽ ആദമിന്റെ മുഴുവൻ വാക്കുകളും യഊദു, അത്